Meet the editors. ചോദ്യം ഇതാണ്: സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ജാഗ്രതക്കുറവുണ്ടായോ? ഉണ്ണി ബാലകൃഷ്ണൻ, ഈ കേസ് മാധ്യമങ്ങളിൽ വന്ന നിമിഷം മുതൽ അതിനെ പ്രതിരോധിക്കാൻ പലതരത്തിലുള്ള ആളുകൾ പുറപ്പെടുന്നുണ്ടായിരുന്നു. അന്ന് AMMയുടെ മീറ്റിംഗിൽ ജനറൽ സെക്രട്ടറി ഈ വിവാദം വരുന്നതിന് മുൻപ് മാധ്യമങ്ങളിൽ വന്ന വാർത്തയോട് ഹേമ കമ്മിറ്റിയോട് പ്രതികരിച്ചുകൊണ്ട് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് വളരെ വേഗം ഈ പെൺകുട്ടി നമ്മളടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് ഈ നിമിഷം വരെയും അറസ്റ്റ് ചെയ്യാൻ ഒരു നിയമ തടസ്സവും ഇല്ല എന്നിരിക്കെ ഇപ്പോൾ ഒളിവിൽ പോകുന്നൊരു സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണെന്നാണ് വിമർശനം. ജാഗ്രതക്കുറവുണ്ടായോ? സിദ്ദീഖിൻ്റെ കാര്യത്തിൽ ജാഗ്രതക്കുറവുണ്ടായി എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ അല്ലമീൻ പറഞ്ഞതാണ് അതിൻ്റെ ശരിയായ കാര്യം. സിദ്ദീഖിന് കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു, എന്നാൽ SITക്ക് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. നോക്കൂ, ഞാൻ ഈ വിഷയത്തെ ഒരു ലീഗൽ വിഷയമായി കാണുന്നില്ല. ഞാനിതിനൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. സിദ്ദീഖ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ മാസം 20-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഈ സർക്കാർ ചൂഷണം ചെയ്യപ്പെട്ടവർക്കൊപ്പമാണ്, ചൂഷിതർക്കൊപ്പമല്ല. ഈ സർക്കാർ വേട്ടക്കാർക്കെതിരാണ്, ഈ സർക്കാർ ഇരകൾക്കൊപ്പമാണ്. അങ്ങനെ വളരെ വ്യക്തതയോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലപാട് അവതരിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പാകെ. എന്നാൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും അനുബന്ധ പരാതികളുമായി ബന്ധപ്പെട്ടും സർക്കാർ അങ്ങനെ ഒരു സമീപനമാണോ എടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സംസ്ഥാനത്തെ ഒരു പ്രമുഖ നടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ആ സിനിമാ മേഖലയിലുള്ള ചില വനിതകൾ ഒന്നുയർന്ന് ഒരു സംഘടന ഉണ്ടാവുകയും ആ സംഘടനയുടെ ആവശ്യപ്രകാരം ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് ഈ ലൈംഗിക ചൂഷണങ്ങൾ പഠിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. അതൊരു വളരെ പോസിറ്റീവായ സ്റ്റെപ്പാണ്. നമ്മളിത് നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കാലതാമസമൊന്നും കൂടാതെ തന്നെ എന്ന് തന്നെ പറയാം, ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. 1 വർഷത്തിനുള്ളിൽ സമർപ്പിച്ചു. ഒരു എക്സ്റ്റൻഷനും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് 2019 സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഈ സർക്കാർ പുലർത്തിയ നിശബ്ദതയെക്കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, പ്രതിപക്ഷം പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 കോടതി വിധികൾ ഉണ്ടായല്ലോ. ആ 2 കോടതി വിധികൾ ഉണ്ടായത് ഹൈക്കോടതിയിൽ നിന്നാണല്ലോ. ആ ഹൈക്കോടതിയിൽ നിന്ന് എത്ര ശക്തമായ വിമർശനമാണ് സർക്കാരിന് കേൾക്കേണ്ടി വന്നത്. ഈ മാസം 10-ാം തീയതി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ശക്തമായ നിരീക്ഷണമാണ്. അതായത് ഈ എക്സിക്യൂട്ടീവിൻ്റെ സമീപനം എന്ന് പറയുന്നത് ലെഥാർജിക്കായിരുന്നു എന്നാണ്. അലസമായിരുന്നു, നിസ്സംഗമായിരുന്നു, നിശബ്ദമായിരുന്നു. ഒരു സ്റ്റേറ്റിന് ഇത്തരം കാര്യങ്ങളിൽ സൈലൻസ് അവരുടെ ഓപ്ഷൻ ആയിക്കൂടാ എന്നുകൂടി ആ വിധിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിശക്തമായ വിമർശനം കോടതി ഉന്നയിച്ചു. ഇന്നത്തെ വിധിയിലും കോടതി പറയുന്നത് എന്താണ്? മിസ്റ്റീരിയസ് ആണ് സർക്കാരിൻ്റെ പ്രവർത്തനം എന്നാണ്. അപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ വില്ല് കാണിക്കുന്നുണ്ടോ? നമുക്കറിയാമല്ലോ, ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ആശയമാണ്. ആ ഇടതുപക്ഷ ആശയത്തെ ഉയർത്തിപ്പിടിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാർട്ടികളെയാണ് നമ്മൾ ഇടതുപക്ഷ പാർട്ടികളെന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം കൂടി നമുക്കുണ്ടല്ലോ. ഇപ്പോൾ 2018 ശബരിമലയിൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കാൻ വേണ്ടി വളരെ കൃത്യമായ നടപടികളെടുത്ത സർക്കാരാണല്ലോ ഈ സർക്കാർ. ആ സർക്കാരിന് ഒരു കാര്യമുണ്ട്. ആ സർക്കാരിന് നേരിട്ട വെല്ലുവിളി എന്താണെന്നറിയാമോ? അവർക്ക് ഒരു ജാഗ്രത കുറവുണ്ടായിരുന്നുകൊണ്ടല്ല ആ പരിപാടി ചെയ്തത്. അവർക്ക് നന്നായി അറിയാം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഭാഗം തങ്ങൾക്കെതിരാകുമെന്നും അത് തിരിച്ചറിവുണ്ടാക്കുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ആ റിസ്ക് എടുത്തുകൊണ്ട് സ്ത്രീ സമത്വം എന്നൊരു ആശയം അവതരിപ്പിച്ച ആളുകളാണ് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ. പക്ഷേ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ അത് എന്തുകൊണ്ടുണ്ടായില്ല? അവിടെയാണ് ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിലെ ഈ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ചെറിയൊരു ഇൻഡസ്ട്രി അല്ലല്ലോ. ഒരു ഇൻഡസ്ട്രി എന്നെടുത്താൽ തന്നെ അത് ആയിരക്കണക്കിന് കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ 10,000-കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. സിനിമ എന്ന കലാരൂപത്തിന് സമൂഹത്തിലുണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. ആ സാമൂഹ്യ മാധ്യമം, അതൊരർത്ഥത്തിൽ വലിയൊരു സാമൂഹ്യ മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത്. അവിടെ ആ സിനിമയിൽ താരങ്ങളായി നിൽക്കുന്നവരെന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിൽ ജനസ്വാധീനമുള്ള ജനപിന്തുണയുള്ള മനുഷ്യരുമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രമുഖരുമായി എന്ത് കൊടുക്കൽ വാങ്ങലാണ് ഈ സർക്കാരിനുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. 4.5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്? അങ്ങനൊരു സംശയം എനിക്കുണ്ട്, അല്ലെങ്കിൽ പലർക്കുമുണ്ട്. ആ സംശയം ഉന്നയിക്കപ്പെടേണ്ടതാണല്ലോ. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ എത്രയോ ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് ഇപ്പോൾ സ്ഥിരം കാഴ്ചയല്ലേ. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു സിനിമാ നടൻ മന്ത്രിയല്ലേ. അതേപോലെ ഇന്നൊരു കോടതിയിൽ പോയ അറസ്റ്റ് വരിക്കപ്പെട്ട MLA മുകേഷ് ഒരു സിനിമാ നടനല്ലേ. 2011 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ടും പിന്നല്ല. 2011 തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ഗണേശനെതിരെ മത്സരിച്ച ജഗദീഷ് അല്ലേ. അപ്പം ഈ രീതിയിൽ സിനിമാ മേഖല
മേഖലയിൽ നിന്നുള്ള ആളുകളെ തങ്ങൾക്കൊപ്പം നിർത്താനൊരു ശ്രമമുണ്ട്. അതിനുവേണ്ടി അവർക്കൊരു സംരക്ഷണ കവചം ആരെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ, അങ്ങനെ ഒരു രാഷ്ട്രീയ ധാരണ അക്കാര്യത്തിനകത്തുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് എന്നുള്ളത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്ന ഒരു ഉദാഹരണമാണല്ലോ മുകേഷിനെതിരായിട്ടുള്ള മുകേഷിൻ്റെ ജാമ്യ ഹർജി സെഷൻസ് കോടതി ശരിവെച്ചല്ലോ, മുൻകൂർ ജാമ്യ ഹർജി. അന്ന് നമ്മൾ ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളാണത് ബ്രേക്ക് ചെയ്യുന്നത്. അതായത് മുകേഷിനെതിരെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ അപ്പീൽ പോകും എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ടറല്ലേ. അടുത്ത ദിവസം എന്താ തീരുമാനിച്ചത്? പോകണ്ടെന്നാണ് തീരുമാനിച്ചത്, പിൻവലിച്ചു. ഈ ആക്ഷൻ, അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇതെന്ത് തരം സന്ദേശമാണ് നിങ്ങൾ ഈ പറയുന്ന സർക്കാർ സമൂഹത്തിന് നൽകുന്നത്? നമുക്ക് ഈ കേസെടുക്കാം, സിദ്ദിഖിൻ്റെ കേസെടുക്കാം. ഓഗസ്റ്റ് 28-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഈ കേസിൽ നന്നായി തെളിവുകൾ സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇന്നത്തെ വിധിയിൽ അത് വളരെ കൃത്യമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ സാഹചര്യപരമായിട്ട് എല്ലാ കാര്യങ്ങളും സിദ്ദിഖിനെതിരായിരിക്കുമ്പോൾ ഈ പറയുന്ന ഏതാണ്ട് ഒരു മാസമാകുന്നു, ഇന്ന് 24-ആണ്, 26 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി പോകുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനിടയിൽ ഒരു മാസത്തെ സമയമുണ്ട്. 1 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ, 1 മണിക്കൂർ സിദ്ദിഖിനെ ചോദ്യം ചെയ്തിട്ടില്ല. അതിനുശേഷം ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്ന് ഈ കോടതിയുടെ സാധാരണഗതിയിൽ കോടതിയിലേക്ക് ഒരു മുൻകൂർ ജാമ്യ ഹർജിയുമായി ഒരാൾ പോയാൽ അയാൾക്കെതിരായിട്ട് ശക്തമായ എവിഡൻസ് കയ്യിലുണ്ട് എന്ന് വ്യക്തമായ ധാരണയുള്ള SIT എന്താ ചെയ്യുക? അയാൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, അയാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, അയാൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടെത്താൻ അത്ര ഒരു പ്രയാസവും ഇല്ലല്ലോ. കാരണം വെച്ചാൽ അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹം എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് രഹസ്യമായി നിരീക്ഷിക്കേണ്ട SITയുടെ ഉത്തരവാദിത്തമല്ലേ. അതുകൊണ്ടാണ് SITക്ക് ഇക്കാര്യത്തിൽ പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ സിദ്ദിഖിന് വളരെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് SITക്ക് ഇങ്ങനൊരു പ്ലാൻ ഇല്ലാതെ പോകുന്നത്? നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് പോലീസുകാർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല കേട്ടോ. പോലീസിനെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും പോലീസിനെ നിയന്ത്രിക്കുന്നതുമൊക്കെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ്. അവരുടെ പൊളിറ്റിക്കൽ വില്ലാണ് പോലീസ് നടപ്പാക്കുക. അതുകൊണ്ടാണല്ലോ ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് എന്തെങ്കിലും ഒരു പരാതി വന്നാൽ അത് സർക്കാരിൻ്റെ പ്രതിച്ഛായ പ്രശ്നമായി മാറുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ SIT അങ്ങോട്ട് ഇരുന്നിട്ട് നമുക്ക് സിദ്ദിഖിനെ തൽക്കാലം ഒഴിവാക്കാം, അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല, SITക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യത്തിനകത്ത് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ആരൊക്കെയോ എവിടെയൊക്കെ ഈ സർക്കാരിലും ഈ പാർട്ടി സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലും ആരൊക്കെയോ എവിടെയൊക്കെയോ നിന്നുകൊണ്ട് ഈ പറയുന്ന വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നു. ആ ആരോപണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇരകൾക്കുമുണ്ടല്ലോ എന്നേ. ഈ ഇര പോയിട്ട് ഇന്നിപ്പോൾ ഈ പറയുന്ന സിദ്ദിഖുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച വനിത ആ അതിജീവിത പോയിട്ട് ഒരാഴ്ച മുമ്പ് സ്റ്റേറ്റ് പോലീസ് ചീഫിന് പരാതി കൊടുത്തില്ലേ? ഈ SITയുടെ അന്വേഷണത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് മാത്രമല്ല, ഇലക്ട്രോണിക് തെളിവുകൾ അടക്കം ഇല്ലായ്മ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ലേ? അതിനുള്ള സമയം കൊടുത്തില്ലേ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇരകൾക്കൊപ്പമാണ്, വേട്ടക്കാരനൊപ്പമല്ല, ചൂഷണം ചെയ്യുന്നവർക്ക് എതിരാണ്, ചൂഷിതർക്കൊപ്പമല്ല എന്ന് പറയുന്ന ആ പൊളിറ്റിക്കലായ നിലപാട് ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലും തുടർന്നുള്ള പരാതികളുടെ കാര്യത്തിലും ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന വിമർശനമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു നിയമപ്രശ്നമായിട്ടല്ല കാണുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ വിഷയമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം ഇക്കാര്യത്തിൽ. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു തീരുമാനിക്കണം. അനുബന്ധ പരാതികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കാൻ പോകുന്നു തീരുമാനിക്കണം. അങ്ങനെ വരുമ്പോൾ ശക്തമായ നിലപാടുകൾ ഇരകൾക്കൊപ്പം നിന്ന് എടുക്കുന്ന ഒരു സർക്കാരായിട്ടാണ് ഇടതുപക്ഷ സർക്കാരിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് ആരുടെ സമ്മർദ്ദത്തിലാണ് എന്നുള്ള ആശങ്കയും സംശയവും പൊതുസമൂഹത്തിൽ ഉണ്ടാകും. അത് ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഞാൻ കാണുന്നു, ഇതൊരു നിയമപ്രശ്നമേ അല്ല. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ജാഗ്രതക്കുറവുണ്ടായോ എന്നാണ് ചോദ്യം. തീർച്ചയായും ജാഗ്രതക്കുറവുണ്ടായി എന്ന് മാത്രമല്ല, ആ ജാഗ്രതക്കുറവ് ഒരു രാഷ്ട്രീയ വീഴ്ചയുടെ ഒരു ബാലൻസിങ് ആക്റ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെഷൻസ് കോടതി ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ MLA ആയ മുകേഷിന് ജാമ്യം അനുവദിക്കുമ്പോൾ ആ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പീൽ പോകുമെന്ന ആദ്യഘട്ട വാർത്ത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് ആ ജാമ്യത്തിൻ്റെ അപ്പീൽ പോകേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുന്നു. ഇന്ന് അല്പസമയം മുമ്പ് നടന്ന ചർച്ചയിലും ഇടതു പ്രതിനിധി പറഞ്ഞത് അങ്ങനെ ഒരു ലീഗൽ അഡ്വൈസ് കിട്ടിയതിനെ തുടർന്നാണ് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണമെന്നാവശ്യപ്പെടുകയും പ്രോസിക്യൂഷൻ്റെ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും നമ്മൾ പറയാറുള്ളത് പോലെ ഒരു കുറ്റകൃത്യം, പ്രത്യേകിച്ചൊരു ലൈംഗിക പീഡനം, ഒരു കുറ്റകൃത്യം നടന്നാൽ അത് സ്റ്റേറ്റിനെതിരെയാണ് എന്നതാണ് നമ്മളുടെ ടേക്ക്. അങ്ങനെയാണെങ്കിൽ അതിന്മേൽ ഒരു അതിജീവിത വന്ന് പരാതി പറയുകയും അതിന്മേലൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിന്മേലൊരു അന്വേഷണം നടക്കുകയും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ സ്വാഭാവികമാണ് അപ്പീൽ പോവുക എന്നുള്ളത്. അപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിൽ അപ്പീൽ പോകാതിരുന്ന
സർക്കാർ എങ്ങനെയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതാണൊരു ബാലൻസിങ് ആക്ട്. കാര്യം സിദ്ദിഖിനെ നമ്മൾ കാണുന്നതും സിദ്ദിഖിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അഫിലിയേഷനും മറുപക്ഷത്ത് പ്രതിപക്ഷവും കോൺഗ്രസുമായിട്ടുമാണ്. അപ്പോൾ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പല രാഷ്ട്രീയ നിരീക്ഷണങ്ങളും നടത്തുകയും അങ്ങനൊരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുകയും മുകേഷിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാനും സാധ്യമല്ല. അപ്പോൾ ഇതിനകത്തൊരു ബാലൻസിങ് ആക്ട് ഉണ്ടോ എന്ന് ആളുകൾ സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഓഗസ്റ്റ് മാസം അവസാനം ഓഗസ്റ്റ് 28-ാം തീയതി മ്യൂസിയം പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നൊരു കേസിൽ സെപ്റ്റംബർ മാസം 24-ാം തീയതി ആയിട്ടും IPC 375, 376 IPC 376 എന്നാൽ വളരെ ക്രൂരമായ ബലാത്സംഗത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്ന വിഭാഗമാണ്. അപ്പോൾ ഇത്തരം ഗുരുതരമായ കൊഗ്നിസിബിളായ ഒരു ഒഫൻസ് ചെയ്തിരിക്കുന്ന ഒരു കുറ്റവാളിയെ ഈ ജീവപര്യന്തം കഠിന തടവ് വരെ ശിക്ഷിക്കപ്പെടാം കുറ്റം തെളിഞ്ഞാൽ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേസിലെ പ്രതിയെ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് SITക്ക് കഴിയാതെ പോയത്? ഇന്നിപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി, വാദത്തിൻ്റെ ഭാഗമായി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതാണ്: സാഹചര്യ തെളിവുകളുണ്ട്, സ്റ്റോക്ക് പൈൽ ഓഫ് എവിഡൻസ് ഉണ്ട്, തെളിവുകളുടെ ഒരു കൂമ്പാരം പ്രോസിക്യൂഷൻ്റെ കയ്യിലുണ്ട് എന്നാണ്. തെളിവുകളുടെ കൂമ്പാരം കയ്യിലുള്ള പ്രോസിക്യൂഷൻ എന്തുകൊണ്ടാണ് സിദ്ദിഖിനെ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ചോദ്യം ചെയ്യണമെന്ന് തോന്നാതെ പോയത്? എന്തുകൊണ്ടാണ് ഈ പ്രോസിക്യൂഷൻ സിദ്ദിഖിനെ വിളിച്ചു വരുത്തി ഏത് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന്, ഏത് മൊബൈൽ ഫോണിൽ നിന്ന്, ഏത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റിൽ നിന്നാണ് നിങ്ങൾ ഈ അതിജീവിതയ്ക്ക് ആദ്യം 2014 മെസ്സേജ് അയച്ചു തുടങ്ങിയത്? ഏത് ഗാഡ്ജറ്റിൽ നിന്നാണ് നിങ്ങൾ സ്കൈപ്പ് വഴി ഇവരുമായി ആശയവിനിമയം നടത്തിയത്? ഏത് മൊബൈൽ ഫോണിൽ നിന്നാണ് നിങ്ങൾ ഇവരെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതെ പോയത്? മ്യൂസിയം പോലീസ് ഈ മസ്കിറ്റോ ഹോട്ടലിലും നിള തിയേറ്ററിലും നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ തെളിവുകളാണ് ഇപ്പോൾ ഈ ജാമ്യം നിഷേധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. പക്ഷേ അപ്പോഴും SIT ഈ വിഷയത്തിൽ എന്ത് ജാഗ്രത കാണിച്ചു എന്നുള്ളത് ചോദ്യമുനയിൽ തന്നെ നിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സീൻ ബഹസർ തയ്യാറാക്കിയ പോലീസ്, ഈ വിഷയത്തിൽ ഒരു തെളിവുകളുടെ കൂമ്പാരമുണ്ടെന്ന് പറയുന്ന പോലീസ് ഈ കുറ്റാരോപിതനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ പോയത് തന്നെ വെറും ജാഗ്രതക്കുറവ് മാത്രമല്ല, അത് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ തുടർച്ച കൂടിയാവണം. അതല്ലെങ്കിൽ ഇതിനകം തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനും സിദ്ദിഖുമായി ബന്ധപ്പെട്ട സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാനും SITക്ക് കഴിയുമായിരുന്നു. ഇത് കൊടുക്കുന്ന മെസ്സേജ് അതാണ് ഈ വിധിയുടെ 24-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഈ വിധിയിലും ഹൈക്കോടതി പറയുന്നുണ്ട്, ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങൾ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് കൊണ്ട് അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്ന് പറയുമ്പോഴും 4.5 മാസക്കാലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സ്പിനിക്സ് ലൈക്ക് സൈലൻസ് എന്നാണ് കോടതി പറയുന്നത്. അത്രയും ഗുരുതരമായ മൗനം ഈ സർക്കാർ പാലിച്ചു എന്നാണ് ഈ വിധിന്യായത്തിലും പറയുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കേണ്ടത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനെ എടുത്തു കുടയുന്ന വിധിയിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? നിഷ്ക്രിയവും നിശബ്ദവുമായിരിക്കുകയല്ല ഒരു സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്നാണ്. ഇനേർട്ടായിരിക്കുക, അതേസമയം തന്നെ സൈലൻ്റ് ആയിരിക്കുകയല്ല ഈ വിഷയത്തിൽ വേണ്ടത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിഷ്ക്രിയത്വം ഉണ്ടായി ഈ വിഷയത്തിൽ, അതിൻ്റെ ഒരു തുടർച്ചയെന്ന വണ്ണമാണ് ഞാൻ ഈ അറസ്റ്റിൽ ജാഗ്രതക്കുറവുണ്ടായി എന്ന് പറയുന്നത്. അതൊരു നിഷ്ക്രിയത്വത്തിൻ്റെ തുടർച്ചയാണ്. വളരെ ഗുരുതരമായൊരു ഒഫൻസാണ് സിദ്ദിഖ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആയതുകൊണ്ടാണല്ലോ IPC 376 ചാർജ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മറുപക്ഷത്ത് മുകേഷിൻ്റെ കാര്യത്തിൽ ജാമ്യത്തിനെതിരെ അപ്പീൽ പോകേണ്ടത് തീരുമാനിക്കുന്ന സർക്കാരിന് സിദ്ദിഖിൻ്റെ കാര്യത്തിൽ മാത്രമായൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാകും. അതുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 4.5 വർഷക്കാലം അടയിരുന്ന നിശബ്ദത പാലിച്ച സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിജീവിതകളുടെ പ്രശ്നം മുന്നോട്ട് പോകുന്നത് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രത ഇല്ലാതെ പോകുന്നത്. ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, SIT രൂപീകരിക്കുന്നത് ഇന്നിപ്പോൾ പറയുന്നു, SIT രൂപീകരിച്ചത് ഈ സർക്കാർ കോടതി ഉത്തരവില്ലാതെയല്ലേ? പക്ഷേ ആ SITയുടെ ടേംസ് ഓഫ് റെഫറൻസിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാനാണ് SIT വന്നത്. SIT പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികൾ കൂടി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ SITയിലാണ് ഇപ്പോൾ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിൽ പരാതി നൽകിയിരിക്കുന്ന അതിജീവിത പറയുന്നത്. അവിടെയാണ് ഈ സിദ്ദിഖിന് അനുകൂലമായ നീക്കം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഒരു വിമർശനം ഉന്നയിക്കുന്നത്.
ഇതൊക്കെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഈ ഇലക്ട്രോണിക് ഡിവൈസുകളടക്കം ശേഖരിക്കാനും അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരിക്കാനുമുള്ള ഒരു സാധ്യത, ഒരു ഗോൾഡൻ അവർ, സുവർണ അവസരം, സുവർണ മണിക്കൂറുകൾ ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ SIT പാഴാക്കിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 3:30 ഒരു കറുത്ത ക്രെറ്റ കാറിൽ കൊച്ചി നഗരത്തിലെ ഒരു പ്രദേശത്തു കൂടി സിദ്ദിഖ് സഞ്ചരിച്ചു എന്നൊരു വിവരം നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വിവരം എന്തുകൊണ്ട് SITക്ക് കിട്ടിയിട്ടില്ല? എവിടെയാണ് സിദ്ദിഖ് പോയത് എന്ന് കിട്ടിയിട്ടില്ല. അദ്ദേഹം സഞ്ചരിച്ച കറുത്ത ക്രെറ്റ കാർ ഒരു സിനിമാ താരത്തിൻ്റെതല്ലേ? ആ സിനിമാ താരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നില്ലേ? അദ്ദേഹം ആ കേസിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയല്ലേ? 2017 നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് 8ാമത്തെ പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്ന ദിലീപിനെ കാണാൻ അന്വേഷണം നടക്കുന്ന വേളയിൽ പോലീസ് ക്ലബ്ബിൽ പോയ ആദ്യത്തെ പ്രമുഖന്റെ പേര് സിദ്ദിഖ് എന്നല്ലേ? ആ സിദ്ദിഖ് അന്ന് അദ്ദേഹത്തെ കണ്ടതിനു ശേഷം പിന്നീട് വീട്ടിൽ പോയി കാണുകയും ഒരുമിച്ച് നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് മറൈൻ ഡ്രൈവിൽ വെച്ച് നടന്ന നടിക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചതും പ്രേക്ഷകർ കണ്ടതല്ലേ? അന്ന് സിദ്ദിഖ് പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? പെണ്ണെ, നിന്റെ കണ്ണുകൾ ജ്വലിക്കട്ടെ, നിന്നെ ഇര മാത്രമാക്കുന്ന കാട്ടുനീതിക്ക് മുന്നിൽ ഒരു തീയല്ലെങ്കിലും ഒരു തീക്കനലെങ്കിലും ആവണം, വേട്ടയാടാൻ മാത്രം അറിയുന്ന കാട്ടാളന്മാരെ ജീവിതാവസാനം വരെ പൊള്ളിക്കുന്ന തീക്കനൽ എന്നല്ലേ സിദ്ദിഖ് പറഞ്ഞത് 2017? അന്ന് സിദ്ദിഖ് പറഞ്ഞ വാചകം ഇന്ന് സിദ്ദിഖിനെ പൊള്ളിക്കുന്നുണ്ടാകുമല്ലോ. ഇന്ന് അതിജീവിത നമ്മളോട് ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാചകം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ക്രൂരമായി പീഡിപ്പിച്ച ശേഷം തൻ്റെ മുന്നിലിരുന്ന് മീനും തൈരും കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ഈ നടൻ സിദ്ദിഖ് പറഞ്ഞ വാചകം എന്താണ്? വിരുദ്ധാഹാരം മോശമാണെന്ന് ചിലർ പറയുമായിരിക്കും. പക്ഷേ ഭക്ഷണത്തിലെ വൈവിധ്യം എനിക്കിഷ്ടമാണെന്ന് ലൈംഗിക ചുവയോടുകൂടി ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ മുന്നിലിരുന്ന് പറഞ്ഞ ഒരു നടനാണ്, അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനാണ് സിദ്ദിഖ് എന്നുള്ളതും നമ്മുടെ മുന്നിലില്ലേ? ആ സിദ്ദിഖിനെ എന്തുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ചോദ്യം ചെയ്ത് SIT വിളിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് കേവലം ജാഗ്രതക്കുറവ് മാത്രമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ബാലൻസിങ് ആക്റ്റാണ്. ഇത് ഈ വിഷയത്തിൽ അതിജീവിതകളുടെ മൊറയിലിനെ, അവരുടെ ആത്മധൈര്യത്തെ ഒട്ടും ഉണർത്താത്ത ഒരു നിലപാടായിട്ടേ ഞാനതിനെ വ്യാഖ്യാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിധി ന്യായത്തിൽ പറയുന്നത് പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട ഗുരുതരമായ തെളിവുകൾ പ്രോസിക്യൂഷന്റെ കൈവശമുള്ള പക്ഷം നേരത്തെ തന്നെ SIT സിദ്ദിഖിനെ ചോദ്യം ചെയ്യണമായിരുന്നു, നിയമത്തിന് മുന്നിൽ എത്തിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇപ്പോൾ സൂചി കൊണ്ടെടുക്കേണ്ടത് JCB കൊണ്ട് പോലും എടുക്കാൻ പറ്റാതെ ഇനി ഡ്രഡ്ജർ കൊണ്ടെടുക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ടേക്ക്. അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ബാലൻസിങ് ആക്ടിന്റെ തുടർച്ചയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സുജയ, ജാഗ്രതക്കുറവ് ഉണ്ടായി എന്ന് മാത്രമല്ല, ആ ജാഗ്രതക്കുറവ് മനഃപൂർവ്വം അങ്ങനെ സൃഷ്ടിച്ച ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനോ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. തടസ്സങ്ങളില്ലാതെ നിൽക്കുമ്പോഴും അതിനായി മടിച്ചു നിൽക്കുന്നത്, ഇന്ന് എല്ലായിടത്തും തിരയുകയാണ് എന്ന് പറയുന്നു. എവിടെയൊക്കെ പോയി തിരഞ്ഞു എന്നുള്ളത് കൊച്ചിയിൽ വിവിധയിടങ്ങളിലായി നിലയുറപ്പിച്ച നമ്മുടെ മാത്രമല്ല ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അവരൊന്നും നിന്ന ഇടങ്ങളിലേക്കൊന്നും, അതായത് പോകാൻ സാധ്യതയുള്ള ഒരിടത്തേക്ക് പോലും വന്ന് തിരയുന്നതായി ആരും കണ്ടില്ല. പ്രധാനം സിദ്ദിഖിന്റെ വീടാണ്. അവിടെ കെയർടേക്കർ പറഞ്ഞ വാചകങ്ങൾ 12 ദിവസമായി കണ്ടിട്ട് എന്നൊക്കെയുള്ളതാണ്. അവിടെയും ആളുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരത്തിന് മുൻപേ ഈ പൊതുദർശന വേളയിലൊക്കെ അവിടെ വളരെ സജീവമായി തന്നെ നടൻ സിദ്ദിഖ് ഉണ്ടായിരുന്നു. ഇന്ന് ഈ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ പരിഗണനയ്ക്ക് വരും, അല്ലെങ്കിൽ ഇന്ന് ഇതിന്മേലുള്ള തീരുമാനമുണ്ടാകുമെന്ന് അറിയാത്ത ആളുകളൊന്നും അല്ലല്ലോ ഈ അന്വേഷണ സംഘത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രതക്കുറവ് എന്ന് പറയുന്നത് അങ്ങനെയങ്ങ് നമ്മളതിനെ ചെറുതാക്കി കാണേണ്ടതില്ല. ഇത് കൊടുത്ത ഒരു ഇമ്മ്യൂണിറ്റിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സിദ്ദിഖ് എന്ന് പറയുന്ന നടന്റെ അധികാരങ്ങൾ അല്ലെങ്കിൽ നടന്റെ ഒരു വലിപ്പം എത്രമാത്രമാണ് എന്നുള്ളത് ഈ പരാതിക്കാരി തിരിച്ചറിയുന്നുണ്ട്. കാരണം അവരോട് ഈ ഇൻസിഡന്റിന് ശേഷം പറഞ്ഞത് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്ന് പരാതിക്കാരി മുന്നിലേക്ക് വരുമ്പോൾ അവർ വീണ്ടും പറയുന്നത്. ഇക്കാര്യത്തിൽ എനിക്ക് ഈ SITയിൽ നിന്ന്, കോടതി ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ SITയിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നുമല്ല അന്വേഷണം പോകുന്നത്. കാരണം രഹസ്യ സ്വഭാവത്തോടെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ആ ഹോട്ടലിലെ മുറിയിൽ സംഭവിച്ചത് എന്താണ് എന്നതടക്കം അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇതിനകം തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. പലയിടങ്ങളിലും അത് ചർച്ചയാക്കപ്പെടുന്നു. സാക്ഷികൾ സ്വാധീനിക്കപ്പെടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പരാതിക്കാരി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഈ കോടതിയിലേക്ക് വരുമ്പോഴും പരാതിക്കാരിയുടെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പരാതിക്കാരി പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അങ്ങ് മോശമാക്കി കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമം പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. പരാതിക്കാരിയുടെ പാസ്റ്റ് എന്തായാലും ഇവിടെ ഈ ക്രൈം നടന്നോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുന്ന കാര്യം. ഒരു ക്രൈമിനെ കുറിച്ചാണ് അവർ കൊടുത്തിരിക്കുന്ന പരാതി. ആ പരാതിയാണ് അന്വേഷിക്കുന്നത്. അതിനു പകരം അവരുടെ പശ്ചാത്തലം എടുത്തിരുന്നു,
അവർ പരാതി കൊടുക്കാൻ വൈകിയത് ഈ പരാതിയിൽ കഴമ്പില്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നു. അതൊക്കെയാണ് ഇന്ന് കോടതി തള്ളിക്കളഞ്ഞത്. അത് അന്വേഷണ സംഘത്തിന് കൂടി ബോധ്യപ്പെടേണ്ടതാണ്. അന്വേഷണ സംഘം ഇപ്പോഴും ഒരു ലാഘവത്തോടെയാണ് ഈ സിദ്ദിഖിനെതിരായ പരാതി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോ മാത്രമാണ് മാറിയിട്ടുള്ളത്. അതും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അടക്കമുള്ള ആളുകൾ കൊടുത്ത നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. കാരണം മറിച്ചൊരു വിധി ഉണ്ടാകാനുള്ള സാധ്യതയും അവർ മുൻകൂട്ടി കാണുമല്ലോ. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും കുറ്റാരോപിതനായി നിൽക്കുകയാണ്. അറസ്റ്റിലേക്ക് പോയിട്ടില്ല. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് ഇന്നിപ്പോൾ മുകേഷിനെ 3 മണിക്കൂർ അടുപ്പിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അതേ ആവർത്തനത്തിന് വേണ്ടിയാണോ, അതേ കാര്യത്തിന്റെ ആവർത്തനത്തിന് വേണ്ടിയാണോ SIT കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനിയുള്ള ഏക ചോദ്യം. കാരണം കോൺഗ്രസും CPIM-ഉമാണ്. അപ്പോൾ ഒരു തുലനം അവിടെയും വേണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മുകേഷിന് മുൻകൂർ ജാമ്യമുണ്ട്. സിദ്ദിഖ് മുൻകൂർ ജാമ്യം നേടി വരട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം എന്നതാണ് SIT-യുടെ ഒരു സ്റ്റാൻഡ് എന്ന് തോന്നുന്നു. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ ഈ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുമ്പോൾ ഇതിന്റെ വാദം പൂർത്തിയായിട്ടൊക്കെ കുറച്ച് ദിവസമായി. ഓണാവധിക്ക് മുന്നേ തന്നെ ഈ കേസിന്റെ ഹർജിയിലെ വാദമൊക്കെ പൂർത്തിയായതാണ്. അപ്പോൾ തന്നെ ഇതിലെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അപ്പോൾ ഒരു നിരീക്ഷണത്തിന് പോലും ആരെയും ഇട്ടിരുന്നില്ല. സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് ട്രേസ് ഔട്ട് ചെയ്യാൻ പോലും ആരെയും ഇട്ടിരുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക സംഘമൊക്കെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടത് ഉച്ചയോടുകൂടി മാത്രമാണ്. ഇവിടെയും ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ടതും ഒക്കെ ഏറെ വൈകിയാണെന്നാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു ശ്രമമേ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമമേ നടത്തിയിരുന്നില്ല ആദ്യഘട്ടത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഇപ്പോൾ വിധിപ്പകർപ്പൊക്കെ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി തന്നെ ആയിരിക്കും മിക്കവാറും ഹാജരാവുക. അപ്പോൾ വിധിപ്പകർപ്പൊക്കെ കൈമാറുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം അത്രയും എളുപ്പമായല്ലോ എന്ന ഒരു സ്റ്റാൻഡിലേക്ക് SIT എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു കുറച്ചു നേരം ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കാം, അന്വേഷണം നടത്താം. അങ്ങനെ ഒരു രീതി തന്നെയായിരിക്കും മുകേഷ് MLA-യുടെ കാര്യത്തിൽ നമ്മൾ കണ്ട അതേ രീതി തന്നെയായിരിക്കും സിദ്ദിഖിന്റെ കാര്യത്തിലും അവലംബിക്കുക എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജസ്റ്റിസ് CS ഡയസ് സിംഗിൾ ബെഞ്ചാണ് ഇന്ന് പരിഗണിച്ചത്. ജസ്റ്റിസ് CS ഡയസ് പറഞ്ഞ അത്രയും പോലും ആത്മാർത്ഥമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല എന്ന പരാതിക്കാരിയുടെ വേദനയിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ഇരിപ്പുവശം നോക്കുമ്പോൾ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അതിജീവിത പരാതി നൽകാൻ വൈകി എന്ന കാര്യം തന്നെയാണ് സുപ്രീം കോടതിയിലും ഉന്നയിക്കാൻ പോകുന്നത്. അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകനിൽ നിന്നും കിട്ടിയിരിക്കുന്ന നിയമോപദേശം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ ഹർജി ഫയൽ ചെയ്യും. എന്നിട്ട് മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയിൽ നിന്ന് നേടിയെടുക്കുക. അതിനുശേഷം ഒരു ചോദ്യം ചെയ്യലും അറസ്റ്റ് രേഖപ്പെടുത്തലും ഇവിടെയും സംഭവിക്കുക. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ ഈ കേസിൽ കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ അതിജീവിതയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വന്നിരുന്നു. ജീവിതം ഒരു ബൂമറാങ് ആണ്, നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇവിടെ എന്താണ് തിരിച്ചു കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അവർ നേരിട്ട ഒരു അപമാനത്തിന്റെ അത്രയും ഒന്നും നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല. അല്ലാതെ തന്നെ വളരെ വൃത്തിയായി തന്നെയാണ് ഈ കേസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തവുമാണ്. മറ്റുള്ളവർക്ക്, അതായത് സമൂഹത്തിലെ ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ നിന്നുള്ള ഒരു തൊഴിൽ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് കരുതുക. ഇതായിരിക്കുമോ സമീപനം? SIT-യുടെ ഒരു സമീപനം ഇങ്ങനെ ആയിരിക്കുമോ? ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വ്യക്തിക്ക് ഇത്രയും സമയം അയാൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനും കോടതിയൊക്കെ സമീപിക്കാനുള്ള അയാളുടെ എല്ലാ അവകാശങ്ങളും എല്ലാ റൈറ്റ്സും ഞാനും ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കൊടുക്കുന്ന അവസരമാണ്. പക്ഷേ ഇതുപോലെയുള്ള ഒരു സമയവും ഇത്രയും ഒരു ലാഘവവും ഒരു കേസ് കൈകാര്യം ചെയ്യുന്നതിൽ അത്രയും ഒരു പാമ്പറിങ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പാമ്പറിങ് സിദ്ദിഖായതുകൊണ്ട് ലഭിക്കുന്നതാണ്. അതുതന്നെയാണ് പരാതിക്കാരിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില മേഖലയിൽപ്പെട്ട ആളുകളാകുമ്പോൾ അവർക്ക് താങ്ങാനും തഴുകാനും ഒക്കെ ആൾക്കാരുണ്ടാകും. ആ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരു ഷീൽഡ് അതിവിടെ സിദ്ദിഖിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതല്ല, അത് അദ്ദേഹത്തിന് കൊടുത്തതാണ്, സിദ്ദിഖിന് സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊടുത്തതാണ്. അത് സമൂഹത്തിന് ബോധ്യപ്പെട്ട ദിവസമാണിന്ന്. സാധാരണഗതിയിൽ എന്താണ് ഒരു കേസിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ജാമ്യ ഹർജി തള്ളിക്കഴിയുമ്പോൾ ഉണ്ടാവുക, എല്ലായിടത്തും പാഞ്ഞു നടന്നായിരിക്കും പിടിക്കുക. 100%. അപ്പോൾ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. മാത്രമല്ല എല്ലായിടത്തും പോയി തിരയുന്നത് പോലും പലയിടങ്ങളിലായി നിന്നാ. ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെയും ദൃശ്യങ്ങളിൽ ഒരിടത്തും കണ്ടില്ല. എവിടെയും തെരച്ചിലിനായി വരുന്നതും വാഹനങ്ങൾ വന്നു നിൽക്കുന്നതും. ഒരുപക്ഷെ അത് സിനിമകളിൽ മാത്രമാക്കി നിർത്തുന്ന സീനുകളായിരിക്കാം എന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമാക്കാരൻ പ്രതിയായി അല്ലെങ്കിൽ കുറ്റാരോപിതനായി വരുന്ന കേസാകുമ്പോൾ സിനിമയിലൊക്കെ ഉള്ളത് യഥാർത്ഥമല്ല എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. ഇത്രയൊക്കെയാണ് SIT-യുടെ അന്വേഷണം എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇതുവരെ ഈ ശക്തമായ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട് എന്ന് കോടതിയിൽ പറയുന്ന ആളുകൾ ഇത്രയും ശക്തമായ തെളിവുകളൊക്കെ ഉള്ളപ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കെങ്കിലും ചെയ്യണ്ടേ? അതുപോലും ഉണ്ടായിട്ടില്ല. സിദ്ദിഖ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കവിയൂർ പൊന്നമ്മ, അന്തരിച്ച കവിയൂർ പൊന്നമ്മയുടെ പൊതുദർശന വേളയിൽ ഏറ്റവും ഒടുവിൽ കളമശ്ശേരിയിൽ 3:30 വരെ ഉണ്ടായിരുന്നു. കളമശ്ശേരിയിൽ വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനൊക്കെ പറയുന്നത് സേഫ് ആയിട്ടുള്ള സ്ഥലത്തുണ്ട് എന്നാണ് അവരൊക്കെ അവകാശപ്പെടുന്നത്. അപ്പോൾ സേഫ് ആക്കി നിർത്തിയിരിക്കുകയാണ്. അത് ജാമ്യ ഹർജി സുപ്രീം കോടതി ഒന്നുകിൽ ജാമ്യം നൽകണം. സുപ്രീം കോടതി ജാമ്യം നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇനിയിപ്പോൾ കാര്യക്ഷമമായ ഒരു നീക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിയമവൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സൂചന സുപ്രീം കോടതിയിൽ പോയാലും
മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആകപ്പാടെ പോലീസ് പിടിച്ച സാഹചര്യ തെളിവുകൾ സ്ട്രോങ് ആണ്. അതാ അത് മാത്രമല്ല ഈ പറഞ്ഞ സുജയ് സൂചിപ്പിച്ചത് പിന്നെ ഈ പറഞ്ഞ പരാതിയുടെ കാലവിളംബം ആ കാലവിളംബത്തെ കുറിച്ച് ഈ വിധിയിലുന്നുണ്ട്. അത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് തന്നെ വെച്ചിട്ടാണ് അത് തള്ളിയിരിക്കുന്നത്. ആ കാലവിളംബം ഇവിടെ തന്നെ തള്ളിപ്പോയി. ലളിത് കുമാർ കേസിൽ അടക്കം വന്നിരിക്കുന്നത് കാലവിളംബം ഒരു കാരണവശാലും എഫ്ഐആർ ഇടുന്നതിന് തടസ്സമാകരുത് എന്നാണ്. മാത്രമല്ല പരാതിക്കാരിക്കെതിരെ വ്യക്തിഹത്യ അത് ഈ വാദത്തിനിടയിൽ വന്നു കഴിഞ്ഞു. അതൊക്കെ പരാതിക്കാരിയുടെ അഭിഭാഷകൻ എന്ന് പറഞ്ഞത് മോശമായി അതുകൊണ്ട് കൂടിയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായിരുന്നു. ഇതിനകത്ത് ഈ സിദ്ദീഖ് അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ ഒരു അബദ്ധം, സിദ്ദീഖ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. ആ അക്കൗണ്ടിൽ നിന്നാണ് ഈ അതിജീവിതയെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചത്. ഇവരുടെ നേരത്തെയുള്ള സംഭാഷണങ്ങൾ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് തന്നെ അദ്ദേഹം കുറ്റം സംബന്ധിച്ചതിൻ്റെ ഒരു തെളിവാണ് എന്നതടക്കമാണ് കോടതിയിൽ വ്യാഖ്യാനിച്ചത്. വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് നിലവിലത്തെ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം കിട്ടാൻ. നമുക്ക് പക്ഷേ അറിയില്ല ഇനി മറ്റേതെങ്കിലും ഒരു ഇന്റർപ്രിട്ടേഷൻ ഇതിന്റെ ഭാഗത്ത്. ഇവിടെ ഇപ്പോഴും SIT ഇലക്ട്രോണിക് എവിഡൻസസ് ഗ്രാബ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടേ ഇല്ല. അതിൽ സുജയ, ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു എക്സ്പെർട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചത്, നിലവിൽ അതിന് SIT ഫോൺ പിടിച്ചെടുക്കേണ്ടതില്ല, ഫേസ്ബുക്കുമായിട്ടും വാട്സപ്പുമായിട്ടും. പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് 8 വർഷങ്ങൾക്ക് മുമ്പാണ്. ഫേസ്ബുക്കിൻ്റെ ചാറ്റിൽ ആണ്, സ്കൈപ്പിലുമാണ് സംഭവിച്ചിരിക്കുന്നത്. സ്കൈപ്പിലെ പല സംഭാഷണങ്ങളും തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, സ്കൈപ്പിലെ കാര്യങ്ങൾ. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും സാഹചര്യ തെളിവുകൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ മ്യൂസിയം പോലീസിൻ്റെ ജാഗ്രത കൊണ്ട് തുടക്കത്തിൽ ചിലത് കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ മാസ്കറ്റ് ഹോട്ടലിൽ ഇരുവരും ഉണ്ടായിരുന്നു എന്നുള്ളത്, നില തിയേറ്ററിൽ പ്രിവ്യൂ കാണാൻ, സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ കാണാൻ പോയത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും, കഴിച്ച ഭക്ഷണത്തിൻ്റെ ബില്ല് അടക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആനുകൂല്യം സ്വാഭാവികമായും അതിജീവിതയ്ക്ക് ലഭിക്കും. അദ്ദേഹം നിയമപ്രകാരമുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അദ്ദേഹം അറസ്റ്റ് വരിക്കണം. അറസ്റ്റ് വരിച്ച് ചോദ്യം ചെയ്യലിന് വിധേയമായതിനു ശേഷം കുറ്റവാളി അല്ലെങ്കിൽ അത് സമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന് വെളിപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അല്ലേ? ശരിക്കും AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ അദ്ദേഹം ഈ ആരോപണം വന്നതിന്റെ തൊട്ടടുത്ത ദിവസം, രഞ്ജിത്തിനെ പോലെ കൂടുതൽ സമയമൊന്നും അദ്ദേഹം നിൽക്കുന്നില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ 7:30 ഡോക്ടർ അരുണിന്റെ കോഫി വിത്ത് അരുൺ ഷോ നടക്കുന്ന വേളയിലാണ്. അതെ, അപ്പോൾ അദ്ദേഹം ഒരു ഐ തിങ്ക് ഒരു 7:30 കൂടി തന്നെ, രാവിലെ മോർണിംഗ് 7:30 കൂടി തന്നെ ഈ സ്ഥാനം ഒഴിയുകയാണ്. അത്രയും ഒരു ആത്മാർത്ഥതയും അത്രയും ഒരു അവധാനതയും ഒക്കെ ആ ഒരു സമയത്ത്, ആ സമയം കൈകാര്യം ചെയ്യുന്നതിൽ കാണിച്ച സിദ്ദിഖ് ഒളിച്ചോടുകയല്ല വേണ്ടത്. അദ്ദേഹം കൗണ്ടർ കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് ഈ കുരുക്കുള്ളൊരു കേസാണിതെന്ന്. ഒരുപക്ഷെ സിദ്ദിഖിന് നേരത്തെ അറിയാമായിരുന്നത് കൊണ്ടുകൂടി ആവണം ഒരു ദിവസം പോലും വൈകാതെ അത് സമ്മതിച്ചിരിക്കുന്നത്, അല്ലേ? ഹൈക്കോടതിയിൽ എന്തായാലും അദ്ദേഹം ഈ റേപ്പ് സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങളൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിധിന്യായം ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ഒന്ന് പോകണം. അപ്പോൾ ജാഗ്രതക്കുറവുണ്ടായോ എന്ന ചോദ്യത്തിന് നിസ്സംശയം 3 പേരും പറയുന്നു യെസ്, ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. Meet the editors.